ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ താമസിച്ചു. അപ്പൊ അത് എന്നോടൊന്ന് സഹായിക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഒരു പെൺകുട്ടിയുടെ കാര്യമില്ലേ, നമ്മള് എത്രയോ കല്യാണങ്ങളൊക്കെ നടത്തി എത്രയോ പെൺകുട്ടികൾക്ക് മംഗലഭാഗ്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാ. ഈ മുന്നിൽ വന്ന് നിന്നിട്ട് ആ അച്ഛനും അമ്മയും പിന്നെ ആ പെൺകുട്ടിയും കരയണ കണ്ടപ്പോ പിന്നെ ഞാൻ കൊടുക്കാൻ അങ്ങടെ ഏറ്റു. ഇനിയിപ്പോ വേറൊന്നും ചോദിക്കാനില്ലല്ലോ. ഇല്ല, മറ്റൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ദേ, പക്ഷേ ഒരു കാര്യം നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുക. നമ്മൾ നടത്തിയ പെൺകുട്ടികളുടെ കല്യാണം എല്ലാം നമുക്ക് സമ്പത്ത് ഉണ്ടായിരുന്ന കാലത്ത് നടത്തിയതാ. ഇന്ന് ആ സ്ഥിതി അല്ല നമുക്ക്. സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ നെട്ടോട്ടോടുന്ന സമയമാ ഇത്. എന്ന് കരുതി മറ്റുള്ളവരെ സഹായിക്കരുത് എന്നല്ല, സൂക്ഷിക്കണം. ഒരു ചതി വന്ന ഒരുപക്ഷെ നമുക്കതിന്ന് കരകയറാൻ പറ്റിയെന്ന് വരില്ല. കൃത്യം 1 മാസത്തിനകം ഇതെന്നെ തിരികെ ഏൽപ്പിച്ചിരിക്കണം. ഇത് നിന്നെ ഞാൻ വിശ്വസിച്ചേൽപ്പിക്കുന്ന കാശാ. എന്റെ കണക്ക് ബുക്കിൽ വക കൊള്ളിക്കാത്ത കാശ്. വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, ഇന്ന് എപ്പോഴാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത്? അത് പോവാലോ, സമാനുള്ള കാര്യമില്ലേ. ഏയ് വിഷ്ണുട്ടാ, വിഷ്ണുട്ടിന് സമാധാനം ഉണ്ടായേക്കാം, പക്ഷെ എനിക്കുണ്ടാവണ്ടേ? എന്താ മോളെ, ആരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം പറയുന്നത്? സത്യമേ, ഈ വിഷ്ണുട്ടിന് എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട്. ഇന്നലെ രാത്രി വന്നപ്പോ ആ ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ട് കാണുകയും ചെയ്തു. അപ്പൊ തന്നെ ഡോക്ടറെ കാണാൻ പോവാന്ന് ഞാൻ പറഞ്ഞതാ. എവിടെ കൂട്ടാക്കിയില്ല. ഇന്ന് പോവാന്ന് പറഞ്ഞു. എന്നിട്ട് ദേ രാവിലെ എങ്ങോട്ടോ പോവാൻ ഇറങ്ങുന്നു. എന്താടാ, എന്താ നിനക്ക് പറ്റിയേ? നീ ഇന്നലെ രാത്രി എവിടെ പോയതായിരുന്നു? എന്റെ അമ്മ ശാലിനി പറയുന്ന പോലെ ഒന്നുമില്ല. അതെ, ഇന്നലെ കുറച്ച് അലച്ചിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു സത്യ. പക്ഷെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഉണ്ടാ എന്നെ കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞ എനിക്കൊന്നുമില്ലെന്ന്. അപ്പൊ പിന്നെ ഇന്നലെ രാത്രി ഉണ്ടായതൊക്കെയോ? ഇന്നലെ രാത്രി എന്തുണ്ടായെന്ന്? അകത്തേക്ക് നടന്നു പോവാൻ പറ്റാത്ത രീതിയിൽ തളർന്നാ വന്നത്. അയ്യോ, കുഴഞ്ഞു വീണു. ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോ രാവിലെ പോവാന്ന് പറഞ്ഞു. എന്നാ പിന്നെ പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഒരു ഡോക്ടറെ കാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ഡോക്ടർ നോക്കട്ടെ. പിന്നെ നമുക്ക് അങ്ങനെ ഒരു പേടി വേണ്ടല്ലോ. എടാ, ശാലിനിക്കും എനിക്കും അതൊരു സമാധാനം തരുന്ന കാര്യമാണ്. ശരി, കണ്ടു കളയാം. ഇതൊരു കഷ്ട. അതെ, ഇപ്പൊ എനിക്ക് അർജന്റായിട്ട് ഒരാളെ കാണാണ്ട്. അത് കഴിഞ്ഞാൽ തന്നെ വിളിക്കാം. എന്നിട്ട് നമുക്ക് ഡോക്ടറെ കാണാം കേട്ടാ. വിഷ്ണുട്ടാ, ഞാൻ പറയുന്നേക്ക് ശാലിനി, എനിക്ക് അർജന്റായിട്ട് ഒരാളെ കാണാണ്ടത്. ഞാൻ വിളിക്കാം. വിഷ്ണുട്ട്, സത്യമേ, വിഷ്ണുട്ട് പറഞ്ഞ കേൾക്കില്ല എന്ന് വെച്ച് എന്ത് ചെയ്യാന്? അവന്റെ ഇഷ്ടം പോലെ തന്നെ അങ്ങ് നടക്കട്ടെ. അല്ലാതെ ഞാനിപ്പോ എന്താ പറയാ?